നമസ്കാരം. ടോപ്പ് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. അഞ്ചൽ വനം റേഞ്ച് ഓഫീസിലേക്ക് BMS പ്രതിഷേധ മാർച്ച് നടത്തി. അഞ്ചൽ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലെ കണ്ടൻചിറ എസ്റ്റേറ്റിൽ നിന്നും 2023 ഡിസംബർ മാസത്തിൽ ലക്ഷങ്ങളുടെ കുറുന്തോട്ടി മോഷണം പോയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഓയിൽ പാമിലെ ചില ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നും ഈ ഉദ്യോഗസ്ഥരെ വനം വകുപ്പും ഓയിൽ പാം മാനേജ്മെന്റും ചേർന്ന് സംരക്ഷിക്കുന്നുണ്ടെന്നും ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മോഷ്ടാക്കളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും BMS ഓയിൽ പാം എംപ്ലോയീസ് സംഘിന്റെ നേതൃത്വത്തിൽ അഞ്ചൽ വനം റേഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഈ കള്ളത്തരം കാണിച്ചോ, ലക്ഷക്കണക്കിന് രൂപയുടെ കള്ളത്തരം കാണിച്ചോ ആ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടും നയവും തീരുമാനവും ഇവിടുത്തെ ഫോറസ്റ്റ് അധികാരികൾ, ഉന്നത ഉദ്യോഗസ്ഥന്മാർ തിരുത്താൻ തയ്യാറാകണം. അല്ലാത്ത പക്ഷം ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ BMSന്റെ ഓയിൽ പാം എംപ്ലോയീസ് സംഘിന്റെ നേതൃത്വത്തിൽ വരും ദിനങ്ങളിൽ ശക്തമായ വിവിധ തരത്തിലുള്ള സമരപരിപാടികൾ, പ്രക്ഷോഭങ്ങൾക്ക് സംഘടന ആലോചിക്കേണ്ടി വരും. അതിന്റെ ഒരു ഒന്നാം ഘട്ട സമരപരിപാടിയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ ഏകദേശം 1000-ഓളം വരുന്ന കുടുംബങ്ങൾ ജീവിക്കുന്ന, ജോലിയെടുക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ് ഇന്ത്യയിൽ. അപ്പോൾ ഈ ഇന്ത്യയിലെ ഈ പൊതുമേഖലാ സ്ഥാപനമായ ഈ സ്ഥാപനത്തെക്കുറിച്ച് നിത്യേന ജീവികൾ നോക്കുമ്പോ, സോഷ്യൽ മീഡിയകൾ നോക്കുന്ന സമയത്ത് അഴിമതി കഥകളുടെ ഒരു പെരുങ്കൂമ്പാരം തന്നെ കാണുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിയമേന അഴിമതി കഥകൾ, ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലെ അഴിമതി കഥകൾ ഒന്നൊന്നായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നമുക്കറിയാം, ഒരു മാസങ്ങൾക്ക് മുന്നേ അവിടെ നിയമനവുമായി 14 പേരെ നിയമനവുമായി ബന്ധപ്പെട്ട് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് അവിടെ 14 ഇടതുപക്ഷത്തിന്റെ CPMന്റെയും CPIയുടെയും നേതാക്കന്മാരുടെ മക്കളെയും ഭാര്യമാരെയും നിയമിക്കുന്ന നടപടിയാണ് കേരളം കണ്ടത്. അതിനെ കേരളത്തിന്റെ സർക്കാർ അത് പൂർണ്ണമായി മരവിപ്പിച്ചതും നാം കണ്ടതാണ്. അങ്ങനെ എല്ലാവരെയും ഓയിൽ പാമിന്റെ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് സഖാക്കന്മാരുടെ ഒരു കുടുംബവകയാക്കി മാറ്റുന്ന, ഒരു അഴിമതിയുടെ കേന്ദ്രമാക്കി മാറ്റുന്ന ഒരു കേന്ദ്രമായി ഓയിൽ പാം ഇന്ത്യ ഇപ്പോൾ മാറിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. നമുക്കറിയാം, ഒരു 6 മാസങ്ങൾക്ക് മുന്നേ അവിടെ കണ്ടൻചിറയിൽ അവിടെ തീയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ എല്ലാ തരത്തിലുള്ള അഴിമതി കഥകളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. കോടികൾ ലാഭമുള്ള ഈ മഹാസ്ഥാപനത്തെ നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന ഒരു നടപടിയാണ് ഓയിൽ പാം മാനേജ്മെന്റും അവിടെയുള്ള അംഗീകാരമുള്ള യൂണിയനുകളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ ഭാരതീയ മസ്ദൂർ സംഘം BMS ശക്തമായി നിയമപരമായും എല്ലാ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളിലൂടെയും ഞങ്ങൾ നേരിട്ട് പരാജയപ്പെടുത്തും. അതനുസരിച്ച് മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഈ സ്ഥാപനത്തെ സംരക്ഷിക്കാൻ ഭാരതീയ മസ്ദൂർ സംഘം ശക്തമായ സംരക്ഷണ വലയം തീർക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വലിയ സ്ഥാപനത്തെ രക്ഷിക്കുവാൻ, സംരക്ഷിക്കുവാൻ, ഇത് നശിച്ചു പോകാതിരിക്കുവാൻ ഭാരതീയ മസ്ദൂർ സംഘം എപ്പോഴും അവിടുത്തെ തൊഴിലാളികൾക്കൊപ്പം, അവിടുത്തെ ജീവനക്കാർക്കൊപ്പം ജീവൻ നൽകേണ്ടി വന്നാലും ഞങ്ങൾ സംരക്ഷണം ഉണ്ടാകും. അവിടുത്തെ ഈ സ്ഥാപനത്തെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഈ സ്ഥാപനത്തെ ഇപ്പോൾ നിലവിലുള്ള ഷെയർ എന്ന് പറയുന്നത് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ 51% കേരളത്തിന്റെയും 49% കേന്ദ്ര ഗവൺമെന്റിന്റെയുമാണ്. ഈ സ്ഥാപനത്തെ ഇപ്പോ കടക്കണിലേക്ക് കൂപ്പുകുത്തുന്ന സാഹചര്യത്തിൽ ഈ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിനെ കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ട്, ഷെയർ കൂടുതൽ വാങ്ങിക്കൊണ്ട്, ഈ കേന്ദ്ര ഗവൺമെന്റ് BJP ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ട് ഈ സ്ഥാപനത്തെ രക്ഷിക്കുവാൻ തയ്യാറാകണം. BMS ഓയിൽ പാം എംപ്ലോയീസ് സംഘ് ജില്ലാ ട്രഷറർ അഞ്ചൽ സന്തോഷ് അധ്യക്ഷത വഹിച്ചു. BMS ഓയിൽ പാം എംപ്ലോയീസ് സംഘ് ജില്ലാ ജനറൽ സെക്രട്ടറി ഏരൂർ സുനിൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. BMS ജില്ലാ മേഖലാ നേതാക്കളായ കേസരി അനിൽ, ഇളമാട് രാകേഷ്, ഐലറ സുനിൽ, ആർച്ചൽ ബിജു, ഒറ്റക്കൽ സുരേഷ് മോഹൻ, കുളത്തൂപ്പുഴ ശ്രീകുമാർ, ഭാരതീപുരം പ്രതീഷ്, വിളക്കുപാറ രാധാകൃഷ്ണപിള്ള, പരിവാർ നേതാക്കളായ ആലഞ്ചേരി ജയചന്ദ്രൻ, മെമ്പർ രാജു കുളത്തൂപ്പുഴ രാജൻ എന്നിവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി.